ഹായ് ഫ്രണ്ട്സ്, നമുക്ക് റോസ് ഫ്ലവർ ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ ഒരു റോസ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു മെത്തേഡാണ്. ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒറിജിനൽ ഫ്ലവറിനെ പോലെ തോന്നുന്ന മെത്തേഡാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഫിനിക്സിലാണ് ചെയ്യുന്നത്. ലീഫായാലും ഫ്ലവർ ആയാലും ഫിനിക്സിലാണ്. ഫസ്റ്റ് തന്നെ ഇതൾ കട്ട് ചെയ്തണം. അതിന് 4:2 എന്നുള്ള അംശബന്ധത്തിൽ നമുക്ക് ഇതുപോലൊരു ചതുരം കട്ട് ചെയ്യുക. അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇതൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു 10-12 ഇതൾ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ശേഷം ഒരു ഈർക്കിളി എടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ഇപ്പോൾ ഫിനിക്സ് പേപ്പറിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഒന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൈഡും ഒന്ന് കുറച്ചൊരു മങ്ങിയ സൈഡും. അപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് പുറകോട്ടാണ് മടക്കേണ്ടത്. അങ്ങനെ കുറച്ച് ഇതളുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അതിനെ ഈർക്കിളി വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറകോട്ട് മടക്കുക. അതിന് ശേഷം ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അതിനെ ഒന്ന് വലിക്കുക. നേരത്തെ ഇതളുകൾ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടുക. അത് നടുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലവറിൻ്റെ. അങ്ങനെ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു കമ്പിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കമ്പെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് റെഡിക്ക് നിൽക്കും. എന്നിട്ട് അടുത്ത രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, രണ്ടും അതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ശരിയായിട്ട് വെച്ച ശേഷം ഒരു നൂലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതളുകൾ നമ്മൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇളകി പോരരുത്. അതിനാണ് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നത്. പിന്നെ നടുക്ക് വെച്ച സംഭവം ഇതളുകളും സെയിം ഹൈറ്റിൽ തന്നെ ആയിരിക്കണം. അല്ലാഞ്ഞാൽ അതൊരു അഭംഗിയാവും. അപ്പം വെക്കുന്ന ടൈമിൽ അതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതളുകൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇതുപോലെ വെക്കണം. ഒരു ഇതൾ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഇതൾ വെക്കുന്നത് ഫസ്റ്റ് വെച്ച ഇതളിൻ്റെ പകുതിയിൽ നിന്നാണ്. ഒരു ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതളുകൾ ഓരോന്നായിട്ടും വെക്കുന്നത്. കണ്ടോ, ആ ഇതളിൻ്റെ പകുതി മുതലാണ് അടുത്ത ഇതൾ വെക്കേണ്ടത്. ഇതളുകൾ ഓരോന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പം ലാസ്റ്റ് റോ ഒക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇനി അടുത്ത ഇതൾ എവിടെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഐഡിയ മനസ്സിലേക്ക് വരും. നന്നായിട്ടൊരു വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവർ, റോസ് ഫ്ലവർ മാതിരി വന്നിട്ടുണ്ട്. നമ്മൾ ഇതളുകൾ ഉണ്ടാക്കി വെക്കുമ്പം ചിലത് ചെറുതും ചിലത് വലുതും ഒക്കെ ആവും. അപ്പം ചെറുത് ആദ്യം വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ വെക്കാനുള്ള സംഭവം ഉണ്ടാക്കണം. അത് സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു സിഗ്സാഗ് മാതിരി കട്ട് ചെയ്യുക. എന്നിട്ട് അത് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിളാണ്. ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഫ്ലവറിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ലീഫ് കട്ട് ചെയ്യണം. ലീഫ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒറ്റ ലീഫല്ല കട്ട് ചെയ്യണത്. ഇതുപോലെ ചെറിയ പേപ്പർ എടുക്കുക. ചെറിയ പേപ്പർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ നീളം മതി, 1 സെൻറ്റിമീറ്റർ വീതിയൊക്കെ മതി. അങ്ങനത്തെ ചെറിയ ഇല കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കമ്പിയിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ചെറിയ കമ്പിയാണ്, ഭയങ്കര കട്ടി കുറഞ്ഞ കമ്പിയാണ്. അപ്പം
ഇങ്ങനെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ഇനി 2 ഇലേൻ്റെ നടുക്ക് പശ വെച്ചിട്ട് ഈ കമ്പി വെച്ച് ഒട്ടിക്കുകയാണ്. അങ്ങനെ എല്ലാ ചെറിയ ഇലയും ചെയ്തെടുത്തിട്ട് അത് വലിയൊരു കമ്പിയിലേക്ക് 3 ഇല വീതം അറ്റാച്ച് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ലീഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, അങ്ങനെ പറഞ്ഞു തന്നാൽ ആ കൺഫ്യൂഷൻ ആവും. അപ്പം ശ്രദ്ധിച്ച് കണ്ട് തന്നെ ചെയ്യുക. ഓരോ ലീഫും റെഡി ആയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. ഒരു കട്ടിങ് ഉള്ള പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. റോസ് ഫ്ലവറിൻ്റെ ലീഫ് ഒന്ന് മനസ്സിൽ കാണുക, അതുപോലെ ആയി വരാൻ വേണ്ടിയിട്ടാണ് വലിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ 3 ലീഫാണ്, 3 ചെറിയ ലീഫും ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ്. ഇത് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്, എന്നാലും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ ഈ ലീഫ് ആണ് ബെറ്റർ. ഇനി ലീഫ് നമ്മൾ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. അറ്റാച്ച് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് ലീഫിൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ ഫ്ലവറൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.